അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് മദ്രസയിൽ നടന്ന 3-ാം ക്ലാസ്സുകാരുടെ ചോദ്യപേപ്പർ ലിസാനുൽ ഖുർആനാണ് വിഷയം. ഒന്നാമത്തെ ചോദ്യം നസ്ലുമാ യുനാസിബ്, യോജിച്ചത് ചേർത്തെഴുതാനാണ്. അവിടെ ബോക്സിൽ ഹാദാ അബി ഹാദിഹി ഉമ്മി ദാലിക ദീക്കുൻ തിൽക ദജാജത്തുൻ. അപ്പോൾ അടിയുള്ള സെൻറ്റൻസിനോട് യോജിച്ചത് ചേർത്തെഴുതുക. മാ ദാലിക, ഇതിനോട് യോജിച്ചത്. ആ ചോദ്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. ദാലിക ദീക്കുൻ തിൽക ദജാജത്തുൻ, ഇതിലേതാണ് കൃത്യമായിട്ട് എഴുതുക. മൻ ഹാദ, ഹാദ അബി ഹാദിഹി ഉമ്മി, ഇതിലേതാണ് കൃത്യമായിട്ട് എഴുതുക. മാ തിൽക, ദാലിക ദീക്കുൻ തിൽക ദജാജത്തുൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറയാതെ തന്നെ ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും. മൻ ഹാദിഹി, ഇത് ആരാണ്? അപ്പോൾ ഹാദിഹി എന്നുള്ളത് സ്ത്രീക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹാദ അബി ഹാദിഹി ഉമ്മി, ഇതിലേതാണ് കൃത്യമായി തിരഞ്ഞെടുത്തെഴുതുക. രണ്ടാമത്തെ ചോദ്യം നുക്കമ്മിൽ ബിൽ മുനാസിബി, യോജിച്ചത് ഫില്ല് ചെയ്യാം. ഇവിടെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഡാഷ് അൽ വലതു ഇലൽ മദ്രസത്തി, കുട്ടി മദ്രസയിലേക്ക്. അപ്പോൾ അതിനോട് യോജിച്ചത് വലത് എന്നുള്ളത് കുട്ടിയാണ്, ആണാണ്. അപ്പോൾ ആണുങ്ങൾക്ക് യദ്ഹബു തദ്ഹബു, യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകും, തദ്ഹബു എന്ന് പറഞ്ഞാലും പോകും തന്നെയാണ്. പക്ഷേ സ്ത്രീകൾക്കാണെങ്കിൽ തദ്ഹബു എന്ന് പറയും, പുരുഷനാണെങ്കിൽ യദ്ഹബു എന്ന് പറയും. ആ വ്യത്യാസം ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ബിന്തു മിനൽ ഹൗലി, ഹൗലിൽ നിന്ന് പെൺകുട്ടി. യതവല്ലഉ തതവല്ലഉ, അവിടെ യതവല്ലഉ എന്നാണ് എഴുതുക, തതവല്ലഉ എന്നാണ് എഴുതുക. അത് കൃത്യമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി, ബാസിമ് വീട്ടിലേക്ക്. യർജിഉ തർജിഉ. അതുപോലെ തന്നെ അടുത്തത് ഡാഷ് അലുമ്മു ബൈത്ത, ഉമ്മ വീട്ടിൽ പ്രവേശിക്കും. യദ്ഖുലു എന്നാണ് പ്രവേശിക്കും. തദ്ഖുലു, അപ്പോൾ ഉമ്മ സ്ത്രീയാണ്. അപ്പോൾ യദ്ഖുലു എന്നാണോ തദ്ഖുലു എന്നാണോ എഴുതുക, അത് കൃത്യമായി എഴുതുക. അടുത്ത നഖ്താറു വനുക്കമ്മിലു, തെരഞ്ഞെടുത്ത് എഴുതാനാണ്. യാ സാലിമു ഡാഷ് സുദീഖി അൻത അൻതി, ഇതിലേതാണ്? അത് സാലിമ് പുരുഷനാണ്. അപ്പോൾ അൻതയാണോ അൻതിയാണോ ഏതാ എഴുതുക. യാ ഫാത്തിമത്തു ഡാഷ് നാജിഹത്തുൻ അൻത അൻതി. ഡാഷ് മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി ഹുമ അന, അന മുസ്ലിമു എന്നാണ് നമ്മൾ പറയുക, അത് കൃത്യമായി എഴുതുക. അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ. ഡാഷ് യദ്ഹബൂന, അവർ പോകുന്നു. ഇലൽ മക്ക, മക്കയിലേക്ക്. അവിടെ കുറേ പേരുണ്ട്. അപ്പോൾ ഹും എന്നാണ് ഹുവ എന്നാണോ അത് എഴുതുക. അടുത്തത് യാ ഇബ്നു വയാ ബിന്തു ഡാഷ് തൽ അബാനി, അവിടെ രണ്ടുപേരാണ്. രണ്ടുപേർക്ക് അറബിയിൽ എന്താ പറയുക? അൻതുമ എന്നാണോ ഹിയ എന്നാണോ പറയുക, അത് എഴുതുക. യാ ബിനാവു ഡാഷ് ലായിബൂന അൻതും അൻത. അപ്പോൾ കൃത്യമായി പഠിച്ച കുട്ടികൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും. അടുത്തത് നെക്തുബു, എഴുതാനാണ്. നെക്തുബുൽ ബഹുവചനം എഴുതാനാണ്. കലമുൻ ത്വാലിബത്തുൻ ഹിയ, അതുപോലെ ത്വാലിബുൻ സൂറത്തുൻ അന, ഇതിൻ്റെയൊക്കെ ബഹുവചനം ഇവിടെ എഴുതി കൊടുക്കുക. അടുത്ത നുജീബ് ഉത്തരം എഴുതാനാണ്. മസ്മുക്ക, നിൻ്റെ പേരെന്താണ്? മാതാ ഫിയദിക്ക, നിൻ്റെ കയ്യിൽ എന്താണ്? ഐന മദ്രസ്തുക്ക, നിൻ്റെ മദ്രസ എവിടെയാണ്? ഹൽ എന്തൊക്കെ ദറാജത്തു, നിൻ്റെ അടുക്കൽ സൈക്കിളുണ്ടോ? കൈഫ ഹാലുക്ക, നിൻ്റെ അവസ്ഥ എന്താണ്? ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ അറബിയിൽ ഇവിടെ എഴുതി കൊടുക്കുക. അടുത്തത് നുൻഷിവ് സ്വാൽ, ചോദ്യമുണ്ടാക്കാനാണ്. യഖറഉ സാലിമുൽ ഖുർആന, സാലിം ഖുർആൻ പാരായണം ചെയ്യും. അപ്പോൾ അതിൻ്റെ ചോദ്യം ഇവിടെ എഴുതുക. ലാ ലൈസ ഇന്ത്യ ജവ്വാലുൻ, എൻ്റെ അടുക്കൽ മൊബൈലില്ല. നിൻ്റെ അടുക്കൽ മൊബൈലുണ്ടോ എന്നെങ്ങനെയാണ് അറബിയിൽ ചോദിക്കുക, അതെഴുതുക. അടുത്ത നഅുദ്ദുൽ അഷ്യാ വനക്തുബുഹ ബിൽ ഹുറൂഫി, ഇവിടെ കൊടുത്തിട്ടുള്ള വസ്തുക്കൾ അത് എണ്ണി നോക്കുക. അതിൻ്റെ സംഖ്യ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് അറബിയിൽ ഇവിടെ എഴുതുക. വളരെ സിമ്പിളാണ്. അസ്സലാമു അലൈക്കും.